ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള സംവരണ വിരുദ്ധ കലാപം 3 ആഴ്ചയോളമായി തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രക്ഷോഭം ഇത്ര നാളുകൾ നീണ്ടുപോയത് എന്നുള്ളൊരു ചോദ്യമാണ് എപ്പോഴും ഉയരുന്നത്. തുടക്കത്തിൽ അത് അടിച്ചമർത്താനായുള്ള സൈന്യത്തിന്റെയും പോലീസിന്റെയും ഇടപെടൽ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരമുള്ള പ്രതിപക്ഷ ഭരണപക്ഷ അനുകൂല സംഘടനകൾ തമ്മിലുള്ള വലിയ രീതിയിലുള്ള കലാപങ്ങൾ, അതാണ് ഇത്ര വലിയൊരു തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇന്റർനെറ്റും ടിവിയും ഉൾപ്പെടെയുള്ള എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ്. ഗതാഗതം തടസ്സപ്പെടുന്നു, റെയിൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നു. ആ രീതിയിൽ പൂർണ്ണ സ്തംഭനമാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. പല കാര്യങ്ങളിലും 10,000-ങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെ ഒന്ന് കൈപ്പിടിയിലാക്കാൻ സർക്കാരിന് സാധിക്കാത്തത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. തുടർച്ചയായ 4ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ പല കാര്യങ്ങളിലും, അതായത് ഉയർന്ന നാണയപ്പെരുപ്പം, വിലക്കയറ്റം, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ, അങ്ങനെ നിരവധി പ്രതിസന്ധികളും വെല്ലുവിളികളും ഷെയ്ഖ് ഹസീനയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഹരിക്കണം. ഇന്ത്യ സുഹൃദ് രാജ്യമാണ്. ഇന്ത്യയും ചൈനയുമായുള്ള അടുപ്പം, സൗഹൃദം, ഇതൊക്കെ തന്നെ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഷെയ്ഖ് ഹസീനയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ചൈനയുമായുള്ള ബന്ധത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് വേണം പറയാൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സന്ദർശിക്കുന്നു, ചൈനയിൽ പോകുന്നു. ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ഒരു ധനസഹായം ഒന്നും തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഷി ജിൻപിങ് നൽകുന്നില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതൊരു നിരാശയായിരുന്നു. പക്ഷെ ഇന്ത്യയുമായി അങ്ങനെയല്ല. ഇന്ത്യയുമായി വലിയ രീതിയിലുള്ള ഊർജിതമായ ഒരു ഊഷ്മളമായ സൗഹൃദം തന്നെയാണ് ഷെയ്ഖ് ഹസീന സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായി പുതിയ പുതിയ പദ്ധതികൾ ഇന്ത്യയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ള ധാരണയിലുമുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി വലിയ രീതിയിൽ ഈ സർക്കാർ സംവരണ വിരുദ്ധ കലാപങ്ങൾ നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടത്. അത് ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. വിദ്യാർത്ഥികളുമായുള്ള ചർച്ചകളിൽ പലപ്പോഴും സ്വന്തം പരാമർശങ്ങൾ തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് വിനയായി എന്ന് വേണം കരുതാൻ. കാരണം 1971 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സൈനികർ, അവരുടെ പിന്മുറക്കാർക്ക് 30% സംവരണം സർക്കാർ സർവീസുകളിൽ, അതാണല്ലോ ഈ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായത്. അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക്, അല്ലെങ്കിൽ വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്ക്, അല്ലെങ്കിൽ പിന്നെ രാജ്യദ്രോഹികളുടെ മക്കൾക്കാണോ സംവരണം ഉറപ്പാക്കേണ്ടത് എന്ന ചോദ്യം, അത് വലിയ പ്രതിഷേധം, അല്ലെങ്കിൽ ഈ പ്രതിഷേധം ആളിക്കത്തിക്കാനുള്ള ഒരു കാരണമായി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാകിസ്ഥാൻ അനുകൂല സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് 1971. അവരെക്കുറിച്ചായിരുന്നു പരാമർശം എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ ഇത്രയേറെ ക്ഷുഭിതരാക്കിയത്. അതൊരു വശത്ത് സംഘർഷങ്ങൾ, അത് കലാപം, പ്രക്ഷോഭം രൂക്ഷമാവാൻ അതൊരു കാരണമാകുന്നു. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ സംവരണം തുടങ്ങി വെച്ചത് ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ്. അദ്ദേഹമാണ് 1971 വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത്. ഷെയ്ഖ് മുജീബ് റഹ്മാൻ, ബംഗ്ലാദേശിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. വംഗരാജ്യത്തിന്റെ ബന്ധു എന്നുള്ള ഒരു പേരുകൂടി അദ്ദേഹത്തിനുണ്ട്. ബംഗബന്ധു എന്നും അറിയപ്പെടുന്നുണ്ട്. പിതാവിന്റെ ആഗ്രഹമായിരുന്നു, പിതാവ് നടപ്പിലാക്കി തുടങ്ങിയതാണ് ഈ സംവരണം. അന്ന് യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് അവർക്കുള്ള ഒരു സ്നേഹാദരം എന്നുള്ള നിലയിലാണ് ഇത് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിനൊരു ഭാഗം കൂടിയാണ് ഈ ഒരു സംവരണം. പക്ഷെ 2018 സംവരണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുന്നു. ഷെയ്ഖ് ഹസീന ഈ സംവരണങ്ങൾ നിർത്തലാക്കാൻ ആവശ്യപ്പെടുന്നു. 2020 ഒരു ഓർഡർ പുറത്തിറക്കുന്നു, ഒരു ഉത്തരവ് പുറത്തിറക്കുന്നു. ആ ഉത്തരവ് വഴി ഈ കോട്ട സിസ്റ്റം, അല്ലെങ്കിൽ സംവരണമെല്ലാം തന്നെ നിർത്തലാക്കി ഉത്തരവ്. പക്ഷേ മുൻപ് 71 വിമോചന സമരത്തിൽ പങ്കെടുത്ത ചില സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാർ, അതിലൊരാൾ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ ഹർജിക്കാരനൊപ്പം തന്നെ മറ്റ് 5 പേർ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 6 പേർ നൽകിയ ഹർജി, അത് പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി ഇക്കഴിഞ്ഞ ജൂണിൽ കോട്ട സിസ്റ്റം പുനഃസ്ഥാപിക്കുന്നു. അതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലാകുന്നു. പിന്നീട് ജൂലൈ ആദ്യം ഷെയ്ഖ് ഹസീന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതി ഒരു താൽക്കാലിക സ്റ്റേ ഓർഡർ നൽകി. പക്ഷേ ഈ സ്റ്റേ ഓർഡർ വരുമ്പോഴേക്കും വിദ്യാർത്ഥി പ്രക്ഷോഭം അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. 10,000-ങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസും സൈന്യവും രംഗത്തിറങ്ങുന്നു. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾക്കും സംഘർഷങ്ങൾക്കും ഇത് കാരണമാകുന്നു. സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ സ്തംഭിച്ച അവസ്ഥയിലാണ്. മറ്റൊരു കാര്യം, ചൈനയും അമേരിക്കയും ഇന്ത്യയും ഈ 3 അധികാര കേന്ദ്രങ്ങളുമായി
സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ ബംഗ്ലാദേശ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു, അമേരിക്കയുമായി ഒരു കാലത്തും ആ സൗഹൃദം നടക്കുന്നില്ല. പലപ്പോഴും തന്റെ ശത്രുരാജ്യമായി തന്നെയാണ് ഷെയ്ഖ് ഹസീന അമേരിക്കയെ കണക്കുകൂട്ടുന്നത്. പലപ്പോഴും അവഗണിക്കുന്നു, പല കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നില്ല, പല കാര്യങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നു. ഈ രീതിയിലുള്ള പരാതികളും അതിലൊരു കെറിവും ഷെയ്ഖ് ഹസീനയ്ക്കുണ്ട്. ചൈനയാണെങ്കിൽ ചൈന ഒരു ബിസിനസ് പാർട്ട്ണർ മാത്രമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. വളരെ ശക്തമായ ഒരു സുഹൃത്ത് ബന്ധം ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട്. ഈ രീതിയിൽ നിൽക്കുമ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഏത് രാഷ്ട്രീയ പ്രതിസന്ധികളും ഏത് വെല്ലുവിളികളും തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ അത്രയ്ക്ക് ദൃഢമാണ്. 17 കോടി ജനങ്ങൾ ഉള്ള ഒരു രാജ്യത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ച് ഏഷ്യ പാസിഫിക്കിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറ്റിയതിൽ ഷെയ്ഖ് ഹസീനയ്ക്കുള്ള സ്ഥാനം നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവരെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉരുക്കു വനിതയാണെങ്കിൽ എതിരാളികൾക്ക് അവർ സ്വേച്ഛാധിപതിയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഷെയ്ഖ് ഹസീന രാജ്യത്തെത്തുന്നു, പ്രധാനമന്ത്രി സ്നേഹത്തോടെ സ്വീകരിക്കുന്നു, ഊഷ്മളമായ വരവേൽപ്പ് നൽകുന്നു, വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ കരഭാഗത്തിൽ ഭൂരിഭാഗവും അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുമായാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്തുണ്ടാകുന്ന ഏത് രാഷ്ട്രീയ പ്രതിസന്ധികളും ഇന്ത്യയെ ബാധിക്കുക തന്നെ ചെയ്യും. ഇന്ത്യ ആകാംക്ഷയോടെ കരുതലോടെ അങ്ങോട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടും ഇനി ഓഗസ്റ്റ് 7-നാണ് സർക്കാരിന്റെ വാദം സുപ്രീം കോടതി പരിഗണിക്കുക. അന്ന് എന്തുണ്ടാകും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒരു കാര്യം സംശയമില്ല, ഷെയ്ഖ് ഹസീന സർക്കാർ വലിയ വെല്ലുവിളികളിലൂടെ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു.